Alright, so it's now time to get introduced to our next director. രാധാകൃഷ്ണൻ മംഗലത്ത് സംവിധായക നിരയിലേക്ക് പോയ വർഷം മലയാള സിനിമ സംഭാവന നൽകിയവരിൽ രാധാകൃഷ്ണൻ മംഗലത്ത് തലയെടുപ്പോടെ നിന്നത് സകുടുംബം ശ്യാമളയുടെ വിജയത്തിളക്കവുമായി. ആക്ഷേപഹാസ്യ ശൈലിയിൽ ഒരുക്കിയ കുടുംബചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പുതുഭാവുകത്വം പകർന്ന രാധാകൃഷ്ണൻ മംഗലത്തിന് സഹർഷം സ്വാഗതം. ഏഷ്യാനെറ്റ് ഒരുക്കുന്ന മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിന്റെ ഈ അഭിനയ കളരിയിലേക്ക്. ഈ 10 പേരിൽ നിന്ന് സെലക്ട് ചെയ്തത് എനിക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയെയാണ്. ആ കൃഷ്ണപ്രിയയുടെ പെർഫോമൻസ് നിങ്ങളുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുകയാണ് എൻ്റെ ദൗത്യം. കാണുക, നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഓഡിഷൻ റൗണ്ട് മുതൽ കണ്ടസ്റ്റൻസിന് എല്ലാവിധം എൻകറേജ്മെന്റ് കൊടുത്ത് അവർക്ക് ഇൻസ്പിറേഷനായി മാറിയ രാധാകൃഷ്ണൻ സാറിന്റെ കണ്ടസ്റ്റന്റ് കൃഷ്ണപ്രിയ, here she is for you. കൃഷ്ണപ്രിയ നസീർ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിന്റെ അഭിനയ കളരിയിലെ അവസാന റൗണ്ടിൽ മാറ്റുരയ്ക്കുന്ന മറ്റ്9 പേർക്കൊപ്പം അഡ്വഞ്ചർ ഡാൻസ് രംഗത്തെ ഈ വീട്ടമ്മയും മത്സരാർത്ഥിയാകുമ്പോൾ അഭിനയ കലയുടെ പുതിയ താരോദയത്തിനായി ഓരോ പ്രേക്ഷകനും കണ്ണും കാതും തുറന്നുവെക്കും. കൃഷ്ണപ്രിയ ഈ വേദിയിലെത്തുമ്പോൾ ഇപ്പൊ ഈ നിമിഷം എന്താണ് കൃഷ്ണപ്രിയക്ക് ഫീലിങ്സ്? ഇപ്പൊ ഭയങ്കര ടെൻഷനാണ്, വരയ്ക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. മമ്മൂക്കയുടെ മുന്നിൽ നിൽക്കുകയാണ്. എനിക്കറിയാം മമ്മൂക്കയുടെ ഒരു വലിയ ഫാനാണെന്ന്. So then just grab the chance, grab the opportunity and shoot your question. Okay. നമസ്കാരം സർ. നമസ്കാരം മാം. നമസ്കാരം സർ. നമസ്കാരം സർ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. അതിലുപരി ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞാൽ. ക്വസ്റ്റ്യൻ സാറിന്റെ ഫസ്റ്റ് ഫിലിം സാർ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ നിങ്ങൾ ആരും പക്ഷെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവില്ല. ഞാനൊരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എൻ്റെ സിനിമാ ഭ്രാന്തിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായതാണ്. ഞാനൊരു സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ ആ സിനിമയുടെ സംവിധായകനടുത്ത് കെഞ്ചി കേണപേക്ഷിച്ച് കാല് പിടിച്ച് ഞാനൊരു സീനിൽ നിൽക്കാനുള്ള അനുവാദം കിട്ടി. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് സിനിമയെപ്പറ്റിയും അഭിനയത്തെപ്പറ്റിയും ഒന്നും അങ്ങനെ വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലെ ഒന്നും ഒരു ഗ്രൂംഡ് ആയിട്ടുള്ള ആളല്ല. എനിക്ക് ഒരു മോഹം മാത്രമേ ഉള്ളൂ. പല സിനിമകളിലും പല നടന്മാരും ഒക്കെ അഭിനയിച്ചുള്ള അഭിനയവും ഭാവപ്രകടനങ്ങളും ഒക്കെ എനിക്കറിയാൻ ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ ഈ 16 വയസ്സുള്ള 17 വയസ്സുള്ള ഒരു മുഖത്തിന് പറ്റുന്ന എക്സ്പ്രഷൻ ഒന്നും ഇല്ലത്. ഞാൻ സത്യനെയും ശിവാജി ഗണേശന്റെ ഒക്കെ പടങ്ങൾ കണ്ടിട്ട് ഇവർ കാണിക്കുന്ന എക്സ്പ്രഷൻ കാണിച്ച സിനിമയിൽ എന്ന് വെച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞ ഗോഷ്ടി കാണിക്കുന്നു. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ അഭിനന്ദനം. എന്നെ ആദ്യം മാറ്റി നിർത്തി, ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കാല് പിടിച്ചിട്ടാണ് എന്നെ ആ രംഗത്ത് നിർത്തിയത്. അത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഞാൻ ഒരു രംഗത്ത് ബഹദൂർ കടകൂടെ ഓടി വരുന്നുണ്ട്. 2-3 ഷോട്ടിൽ ഞാനുണ്ട്. ഒരു ഷോട്ടിൽ എൻ്റെ കൈ മാത്രമേ ഉള്ളൂ. പിന്നീട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും സിനിമയിൽ അഭിനയിച്ചു. കാലചക്രം എന്ന് പറഞ്ഞ സിനിമയിൽ. ആ സിനിമയിലെ എൻ്റെ ക്ലിപ്പുകളെ തരാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിശ്വസിക്കില്ല. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഇത് കോൺഫിഡൻസിന്റെ പ്രശ്നമല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയുമെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷമമുണ്ടെങ്കിൽ മാത്രമേ കോൺഫിഡൻസിന്റെ ടെൻഷനുള്ളൂ. ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു കോൺഫിഡൻസും പ്രശ്നമില്ല, എന്തും ചെയ്യും. അങ്ങനെയല്ലേ? എനിക്കിപ്പോൾ ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാനൊന്നും എനിക്കൊരു പേടിയുണ്ടായില്ല, ഒരു മടിയുണ്ടായില്ല, ഒരു ടെൻഷൻ ഉണ്ടായില്ല. കാലചക്രം എന്ന സിനിമയിൽ ഞാൻ നസീർ സാറിന് പകരം വരുന്നൊരു കടത്തുകാരനായിട്ടാണ് അഭിനയിച്ചത്. ആ സിനിമയിൽ എൻ്റെ ശബ്ദമുണ്ട്, എൻ്റെ ഡയലോഗുണ്ട്, എൻ്റെ കുക്ക് പോലത്തെ രൂപമുണ്ട്. തീരെ കൺവിൻസിങ് ഇല്ലാത്ത, നിങ്ങളാരും ഇപ്പൊ കാണുന്ന മമ്മൂട്ടിയാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇത് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സിനിമയിൽ വന്നത്. പിന്നീട് ഞാനൊരു നടനായതിനു ശേഷം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ആദ്യ സിനിമ ഈ ഡയലോഗ് പറഞ്ഞത്, ആദ്യം പറഞ്ഞ ഡയലോഗ് ഇവൻ എവിടത്തുകാരനാണെന്നാണ് ഡൗട്ട് ഫാസിലാണ് ചോദിക്കുന്നത്. അത് ആരാ നോക്കിയാ ചോദിച്ചത്? അടൂർ ഫാസി ചോദിച്ചു നോക്കിയിട്ട്. അതെ, ആരാ ഉദ്ദേശിച്ചത് ചോദിച്ചത്? അയാൾ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. അയാൾ ചോദിക്കുന്നത് മറ്റേയാൾ എവിടെ പോയെന്നാണ്, നസീർ സാർ എവിടെ പോയെന്നാണ്. അപ്പൊ ഇവൻ എവിടത്തുകാരനാണ്, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അയാള്
തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെ അടിച്ചുകൊണ്ട് പോയി എന്നാണ്. അത് എന്റെ ശബ്ദം തന്നെയാണ്. എവിടെ ലഭ്യമല്ല, സ്പോട്ട് ഡബിയാണ്. അന്ന് ഒറിജിനൽ എടുക്കും സൗണ്ട്. അത് നമ്മുടെ IVC സാറിന്റെ വളരെ കാലത്ത് എഡിറ്ററായിരുന്ന നാരായണ സാറും പിന്നെ വിജയൻ എന്ന് പറഞ്ഞ വേറൊരാളും കൊണ്ട് നാരായണ സാറ് ഡയറക്ട് ചെയ്ത് നമ്മുടെ ശ്രീമരൻ തമ്പിയുടെ സ്ക്രിപ്റ്റാണ്. ഒരു വലിയ പടമാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. രാഘുവീലിന്റെ രാഗ സദസ്സിൽ എന്നൊക്കെ പറഞ്ഞു. എന്നെ ഓർമ്മ ഉണ്ടാവില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഈ സിനിമ വീണ്ടും കണ്ടാൽ ഓർമ്മയുണ്ടാവും. അപ്പോ ആത്മവിശ്വാസം നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിവുള്ളത് കൊണ്ടാണ് ആത്മവിശ്വാസത്തെ കുറിച്ചുള്ള ടെൻഷൻ ഉള്ളത്. കഴിവ് തന്നെയാണ് ആത്മവിശ്വാസം. താങ്ക് യു സർ. ഒട്ടേറെ ചാലഞ്ചസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് കൃഷ്ണപ്രിയ ഇന്ന് ഇവിടെ വരെ എത്തിയത്, ഈ വേദിയിൽ നിൽക്കുന്നത്. ഐ എം ഷുവർ യു ഗോയിങ് ടു മേക്ക് ഫുൾ യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി കൃഷ്ണപ്രിയ.